കൊല്ലം പുനലൂരിൽ 7 വയസ്സുകാരി ലഭിച്ച മദ്രസ അധ്യാപകന് 33 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മലപ്പുറം വണ്ടൂർ വെള്ളയൂർ സ്വദേശി മുഹമ്മദ് റംഷാദിനെ പുനലൂർ അതിവേഗ കോടതിയാണ് ശിക്ഷിച്ചത്. നമസ്കാരം. ഞാൻ ഈ പ്ലേ ചെയ്തേക്കുന്ന ന്യൂസ് 3 ദിവസം മുമ്പ് മിനിഞ്ഞാന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ ഞാൻ ഈ വാർത്ത കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇതേപോലത്തെ വേറെ 2 വാർത്തകളും കൂടി കാണാനിടയായി. 3 കേസും ഒരേ പാറ്റേണിലുള്ളതാണ്. 3 കേസിലും ഇൻവോൾവ് ആയിരിക്കുന്നത് മദ്രസ അധ്യാപകരാണ്. 3 കേസിന്റെ വിധിയും ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് വന്നതാണ്. അപ്പൊ ആദ്യത്തെ കേസിലെ ആ വ്യക്തിക്ക് കൊടുത്തേക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 33 വർഷം തടവ് ശിക്ഷയാണ്. ഇനി രണ്ടാമത്തെ കേസിലെ പ്രതി ഇയാളാണ്. ഇയാളും ഒരു മദ്രസ അധ്യാപകനാണ്. ഇയാൾക്ക് കിട്ടിയേക്കുന്നത് 70 വർഷം. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത് 50 വർഷം. ഇയാൾ ഉപദ്രവിച്ചത് ഒരു ചെറിയ ആൺകുട്ടിയാണ്. ആദ്യത്തെ 2 കേസില് ചെറിയ 2 പെൺകുട്ടികളാണ്. അപ്പൊ ഇവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഞാൻ ഈ കേസുകളെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതേ പാറ്റേണിലുള്ള വേറെ 2-3 കേസുകളും കൂടി കാണാനിടയായി. ഈ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അതിന്റെ സ്ക്രീൻഷോട്ടുകളാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഇതൊന്നും ലോക്കൽ ആയിട്ടുള്ള മഞ്ഞപ്പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ന്യൂസുകളല്ല. നമ്മുടെ നാട്ടിലുള്ള പ്രമുഖ ന്യൂസ് പേപ്പറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളാണ്. നിങ്ങൾക്ക് സോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമ്മുടെ പല ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പൊ ഞാൻ ഇത്രയും ന്യൂസ് റിപ്പോർട്ടുകളുടെ സ്ക്രീൻഷോട്ട് കാണിച്ചു തന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് വന്ന് കമന്റ് ചെയ്യും. ഒറ്റപ്പെട്ട സംഭവമല്ല. അപ്പം ഈ ആദ്യം കാണിച്ചേക്കുന്ന 3 കേസുകളുടെ കാര്യം തന്നെ പറയാം. 3 കേസിലും ഇൻവോൾവ് ആയിരിക്കുന്നത് മദ്രസ അധ്യാപകരാണ്, മത അധ്യാപകരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മത അധ്യാപകർക്ക് മതം ഇളകിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികൾ ഒട്ടും സുരക്ഷിതരല്ല. ഇവരുടെ ഒന്നും എടുത്ത് ഒരിക്കലും സുരക്ഷിതരല്ല. അതിനുള്ള എക്സാമ്പിൾ ആണ് ഈ കാണിച്ചേക്കുന്നത്. സത്യത്തില് കോടതി അതിവേഗം വിധി വന്നതുകൊണ്ടാണ്, അതിവേഗ കോടതിയാണ്, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള കേസുകൾക്കൊക്കെ തന്നെ വിധി വരുന്നത്. 33 വർഷം, 70 വർഷം, 50 വർഷം, ഒട്ടും കൂടുതലല്ല, കുറഞ്ഞു പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരെയൊക്കെ തന്നെ കഴുത്തിലും കാലിലും കയ്യിലും ഒക്കെ ചങ്ങലക്കിട്ട് ഏതെങ്കിലും ഇരുട്ട് മുറിയിൽ പൂട്ടിയിടണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെയുള്ള നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തും അഡോപ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യത്തില്ല. പേടിയില്ല, നിയമത്തെ പേടിയില്ല. അല്ലെങ്കിൽ മത അധ്യാപകരായതുകൊണ്ട് തന്നെ എന്ത് വൃത്തികേടും ചെയ്യാം എന്നുള്ളൊരു തോന്നൽ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഒക്കെ മനസ്സിലുണ്ട്. ഇവന്മാരുടെയൊക്കെ മനസ്സിലിരിപ്പ് നോക്കിക്കേ. ഇതൊക്കെ തന്നെ ന്യായീകരിക്കാൻ വരുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം. ചെറിയ കുട്ടികളാണ്, ചെറിയ പെൺകുട്ടികളും ആൺകുട്ടികളുമാണ്. ഈ ചെറിയ പ്രായത്തില്, വളർന്നു വരുന്ന പ്രായത്തില് അവർക്ക് നേരിടേണ്ടി വന്ന ഫിസിക്കലിയും മെന്റലിയും ഇമോഷണലി അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ട്രോമ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്ത് ക്രൂരതയാണ്! അവരെത്ര വളർന്നു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഓർമ്മകളും ആ ഒരു സംഭവമൊക്കെ അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആരെങ്കിലും അവരെ തൊടുമ്പോൾ പോലും അവരുടെ ഉള്ളിൽ പേടിയായിരിക്കും. അവരുടെ ഫ്യൂച്ചറിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യും. ഒന്നും അനുഭവിക്കാൻ പോകുന്നില്ല. ജയിലിലൊക്കെ സുഖമായിട്ട് കിടന്നിട്ട് ഇവന്മാരൊക്കെ തിരിച്ചിറങ്ങി വരും. ഇവന്മാർക്കൊക്കെ എന്ത് ജയിലിൽ സുഖമല്ലേ? 3 നേരം ഭക്ഷണം, 3 അല്ല 4 നേരം ഭക്ഷണം, സുഖ ജീവിതം. പക്ഷേ ലൈഫ് ലോങ് അനുഭവിക്കാൻ പോകുന്നത് ഈ കുട്ടികളായിരിക്കും. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുക മാതാപിതാക്കളെയാണ്. ഇവരൊക്കെ മത അധ്യാപകരാണ്, അല്ലാതെ ദൈവങ്ങളല്ല. പരിധിയിൽ കൂടുതൽ ബഹുമാനം ഇവർക്കൊന്നും കൊടുക്കണ്ട. ഇവരുടെ അടുത്തേക്കൊക്കെ തന്നെ കുട്ടികളെ കൊണ്ടുപോയി ഇരുത്തുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. ഇവന്മാരൊക്കെ സ്ട്രേഞ്ചേഴ്സ് ആണ്, അങ്ങനെ തന്നെ കരുതുക. ഇവന്മാരൊന്നും വലിയ നന്മയുള്ള മനുഷ്യന്മാരൊന്നും അല്ല. എത്ര കേസുകളാണ് ഇപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരുടെയൊക്കെ അടുത്തുകൊണ്ടിരുത്തുമ്പോൾ അവർ സുരക്ഷിതരാണോ? കുട്ടികൾ സുരക്ഷിതരാണോ? തിരിച്ചു വരുന്ന സമയത്ത് അവരോട് ചോദിക്കണം, എന്തെങ്കിലും മോശപ്പെട്ടിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എല്ലാ കാര്യവും ചോദിച്ച് ഉറപ്പ് വരുത്തണം എല്ലാ മാതാപിതാക്കളും. നമുക്ക് വലുത് നമ്മുടെ കുട്ടികളാണ്. മതത്തെക്കാളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കാട്ടിലും ഒക്കെ തന്നെ നമുക്ക് വലുത് നമ്മുടെ കുട്ടികളായിരിക്കണം. അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ഒരു അനുഭവവും അവര് ഈ പോകുന്ന സ്ഥലത്തൊന്നും നേരിടുന്നില്ല എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്താതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇൻസിഡന്റ് ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്.
ഒന്ന് ആലോചിച്ചേ. അതായത് മത അധ്യാപകർ എന്ന് പറയുമ്പോൾ അവരുടെ മതത്തിൻ്റെ വാല്യൂസും മൂല്യങ്ങളും ഒക്കെ തന്നെ ആ കുട്ടികൾക്ക് പകർന്നു നൽകുന്നവരാണ്, മതം പഠിപ്പിക്കുന്നവരാണ്, മതഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നവരാണ്, അറിവ് പകർന്നു നൽകുന്നവരാണ്. അധ്യാപകർ എപ്പോഴും അറിവ് പകർന്ന് നൽകുന്നവരാണ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള വഷളത്തരം ഉണ്ടാകുമ്പോൾ ഇവനെയൊക്കെ തല്ലിക്കൊല്ലണം. അതാ ചെയ്യേണ്ടത്. ഇവനൊന്നും പിന്നെ ജീവിക്കാൻ പോലും അനുവദിച്ചുകൂടാ. ഇവരൊക്കെ എന്ത് അധ്യാപകർ എന്നാണ് സത്യം പറഞ്ഞാൽ ദേഷ്യം വരും, ചീത്ത വിളിക്കാനൊക്കെ തോന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ. കാരണം കുഞ്ഞു പിള്ളേരോടാണ് ദ്രോഹം ചെയ്തേക്കുന്നത്. ഇതും ന്യായീകരിക്കാൻ കുറെ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതും ന്യായീകരിക്കും, ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടി കുറെ എണ്ണം ഇറങ്ങും. ഇതൊന്നും ന്യായീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ന്യായീകരിക്കാൻ വരുന്നവനെയും തല്ലി ഓടിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ കുട്ടികൾ പോകുന്ന സ്ഥലത്ത് അവർ സുരക്ഷിതരാണോ എന്ന് ഉറപ്പുവരുത്തുക. എല്ലാ ആൾക്കാരും മോശക്കാരാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും എല്ലാ ആൾക്കാരും മോശക്കാരല്ല. പക്ഷേ നല്ലവരെക്കാട്ടിലും കൂടുതൽ ഇപ്പം കെട്ടവരുള്ള സമൂഹമാണ്. നല്ലവരുടെ എണ്ണം കുറയുകയും കെട്ടവരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളാണ് മാക്സിമം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ. കാരണം അവർക്ക് ഇങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അതവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, വേട്ടയാടിക്കൊണ്ടിരിക്കും. മെൻ്റലി ഇമോഷണലി അതുണ്ടാക്കുന്ന ട്രോമ എന്ന് പറയുന്നത് വളരെ വലുതാണ്. എത്ര വലിയ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലും, എത്ര അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും, മെഡിക്കൽ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാലും ആ പേടി, ആ ഒരു ഭയം അവരുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മാറില്ല. അത് മനസ്സിലാക്കി മാതാപിതാക്കൾ ഇനിയെങ്കിലും പെരുമാറിക്കഴിഞ്ഞാൽ കൊള്ളാം. മതാധ്യാപകരെ ദൈവത്തെ പോലെ കാണുന്നതൊക്കെ തന്നെ നല്ല കാര്യം. പക്ഷേ നമ്മുടെ കുട്ടികളെയാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.